ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്ലോസറ്റിലും അതുപോലെ തന്നെ ടോയ്ലറ്റിലൊക്കെയുള്ള കറകളൊക്കെ ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും, ബ്രഷിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ. അപ്പോൾ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ല കുറച്ച് കിച്ചൺ ടിപ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതും കൂടെ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇതുപോലെ അരികളൊക്കെ വാങ്ങി സൂക്ഷിച്ച് വെക്കാറുണ്ട്. അപ്പോൾ കൂടുതൽ അരിയൊക്കെ നമ്മൾ ഇതുപോലെ വാങ്ങി സൂക്ഷിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ വണ്ടൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു കാര്യമാണ് സിന്നമൺ. ഈ പട്ടയുടെ ഒരു സ്റ്റിക്ക് ഇതുപോലെ നമ്മൾ അരിയിൽ വെച്ചതിന് ശേഷം അരി സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അതിനകത്ത് പ്രാണികളോ അതുപോലെ തന്നെ വണ്ടൊന്നും കയറി കൂടില്ല കേട്ടോ. എത്ര കാലം വേണമെങ്കിലും നമുക്ക് അരി ഇതുപോലെ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ വളരെ പ്രയോജനകരമായ ഒരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുരുമുളകാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കുരുമുളക് കൊണ്ടുള്ള ഒരു നല്ലൊരു ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറേ അധികം വെളിച്ചെണ്ണയൊക്കെ വാങ്ങി വെക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ തലയിലൊക്കെ തേക്കാൻ വേണ്ടി കാച്ചി വെക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ വേഗത്തിൽ കേടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു നല്ല കാര്യമാണ് ആ വെളിച്ചെണ്ണയിലേക്ക് നമുക്കിതുപോലെ കുറച്ച് കുരുമുളക് ഇട്ട് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ അടുത്ത ടിപ്പ് പേനയുടെ മൂടി വെച്ചുകൊണ്ടുള്ളതാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് പേനകളുടെ മൂടികൾ കാണും. ആ മൂടിയൊന്നും ഇതുപോലെ ഇനി പേനയുടെ ഇങ്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ വലിച്ചെറിയരുത് കേട്ടോ. നമുക്കതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. നമ്മളിതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന സാധനങ്ങൾ നമ്മളിതുപോലെ കവറിൽ തന്നെയാണ് വെക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഈ കവറിൽ വെക്കുന്ന സമയത്ത് അത് കാറ്റ് കയറി നാശാവാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പൂച്ചയോ വണ്ടോ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഈ ഒരു പേനയുടെ മൂടി വെച്ച് നമുക്കൊരു സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഒരു നല്ല ടിപ്പാണ്. പേനയുടെ മൂടികളൊക്കെ ഇനി ഇതുപോലെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അത് പഴക്കി കളയരുത് കേട്ടോ. ഇതുപോലെ നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങൾക്കൊക്കെ ക്ലിപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് നല്ലൊരു ഹെൽത്ത് ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് നാവൽ പഴത്തിൻ്റെ സീഡാണ് കേട്ടോ. ഇത് നാവൽ പഴം ഒരുപാട് പേർക്ക് അറിയായിരിക്കും. ഒരു നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഫ്രൂട്ടാണത്. അപ്പോൾ അതിൻ്റെ സീഡാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ആ സീഡ്സ് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഞാനിതുപോലെ നന്നായിട്ടൊന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണങ്ങി കഴിയുമ്പോൾ ആ ഒരു സീഡിൻ്റെ മുകളിലുള്ള തൊലിയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പോൾ അതുപോലെ വേണം നമ്മൾ ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ഈ നാവൽപ്പഴത്തിൻ്റെ സീഡ് കേട്ടോ. ഇനി നിങ്ങൾ നാവൽപ്പഴമൊക്കെ കഴിക്കുന്ന സമയത്ത് സീഡ് ആരും വലിച്ചെറിയത്. അത്രയ്ക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു സീഡാണ് ഈ നാവൽപ്പഴത്തിൻ്റെ സീഡ്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉണക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഉണക്കി വെച്ച നാവൽപ്പഴത്തിൻ്റെ സീഡ് ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം എനിക്കൊരു 1.5 ടേബിൾ സ്പൂണോളം ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് എനിക്ക് പൊടിച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് വെറും വയറ്റിൽ രാവിലെ ഷുഗർ പേഷ്യൻസൊക്കെ ഇതുപോലെ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 3/4 ടീസ്പൂണോളം ഈ ഒരു നാവൽപ്പഴത്തിൻ്റെ സീഡ് പൊടിച്ചത് ചേർത്ത് ഇളം ചൂടുവെള്ളത്തിൽ കലക്കി വെറും വയറ്റിൽ കഴിക്കുകയാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ നല്ലതാണ്. ഷുഗർ നല്ല തോതിൽ തന്നെ കുറഞ്ഞു വരും കേട്ടോ. ഇത് ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ടിപ്പ് തന്നെയായിരിക്കും. എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രയോജനകരമായ ഒരു നല്ല ടിപ്പാണിത്. ഇത് ഉറപ്പായിട്ട് ഷുഗർ പേഷ്യൻസൊക്കെ വീട്ടിലുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. ഒരു മാസത്തോളം അടുപ്പിച്ച് ഇത് കഴിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ നാവൽപ്പഴത്തിൻ്റെ സീഡൊക്കെ ഇനി കിട്ടുവാണെങ്കിൽ ആരും വലിച്ചെറിയരുത്. ഇനി നിങ്ങൾ നാവൽപ്പഴം കഴിച്ച് കഴിയുമ്പോൾ ആ സീഡൊക്കെ ഇതുപോലെ എടുത്ത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഞാവൽപ്പഴത്തിൻ്റെ സീഡ് പൊടിച്ചത് നമ്മൾ അതിലേക്ക് കുറച്ച് തേനോ അല്ലെങ്കിൽ റോസ് വാട്ടറൊക്കെ മിക്സ് ചെയ്ത് നല്ലൊരു ഫേസ് പാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഗ്ലോ ഉണ്ടാവട്ടെ, നല്ല കളർ വർദ്ധിക്കാനും നല്ല ബ്രൈറ്റ്നസ് ഉണ്ടാവും. ഈ പിമ്പിൾസൊക്കെ ഉള്ളവർക്കൊക്കെ ഇതുപോലെ ആഴ്ചയിൽ ഒരു 3-4 തവണ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ പിമ്പിൾസ് ഒന്നും ഉണ്ടാവില്ല. പിമ്പിൾസ് വന്ന പാടൊക്കെ ഫേസിൽ നിന്ന് പോയി കിട്ടും കേട്ടോ. അത്ര നല്ലൊരു എഫക്റ്റീവായിട്ടുള്ളൊരു സീഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇനി നാവൽപ്പഴത്തിൻ്റെ സീഡ് നിങ്ങളുടെ അടുത്ത് കിട്ടുവാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ വീട്ടിലെല്ലാവരും ഒരുപാട് ഇതുപോലത്തുള്ള കണ്ണാടി ബൗൾസ്, പ്ലേറ്റ്സ്, അതുപോലെ തന്നെ ഗ്ലാസ്സസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഒരുപാട് ദിവസം നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ഭംഗി ആ ഒരു പാത്രങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ നമ്മൾ ആ പാത്രമൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാവുന്ന നല്ലൊരു കാര്യമാണ്. ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം ഞാനിവിടെ ഒരു 2 പാത്രമാണ് ഇപ്പോൾ ഒന്ന് വൃത്തിയാക്കി കാണിക്കുന്നത്. അതിനുവേണ്ടി ഞാനൊരു 3 ടേബിൾ സ്പൂണോളം വിനീഗർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇളം ചൂടുള്ള വെള്ളത്തിലേക്കാണ് നമ്മൾ
വിനീഗർ ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലുള്ള കണ്ണാടി പാത്രങ്ങൾ, പ്ലേറ്റ്സ്, ബൗൾസൊക്കെ നമ്മൾ ഇതുപോലെ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ നന്നായിട്ട് ഇതുപോലെ കുറേ പാത്രങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ പാത്രത്തിൽ നിങ്ങൾ ഇതുപോലെ ഇട്ട് വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മളത് വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടി പാത്രങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് പേർക്ക് പ്രയോജനകരമായൊരു നല്ലൊരു ടിപ്പാണ്. ഉറപ്പായിട്ട് നിങ്ങൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ ക്ലോസറ്റൊക്കെ വൃത്തിയാക്കാനും അതുപോലെ തന്നെ ടോയ്ലറ്റിലെ വാൾ ടൈൽ, ഫ്ലോർ ടൈലൊക്കെ വൃത്തിയാക്കാനുള്ള ഒരു കിടിലൻ ടിപ്പാണ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ചീർപ്പാണ് കേട്ടോ. പഴയൊരു ചീർപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു ഷോക്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഷോക്സിന് പകരമായിട്ട് നിങ്ങൾക്ക് സ്റ്റീൽ സ്ക്രബ്ബർ കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഷോക്സ് ആകുമ്പോൾ നമുക്ക് കുറേ കൂടെ ഈസി ആയിട്ട് തന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. ഒരുപാട് കറയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഈ ഒരു ചീർപ്പിൻ്റെ ഫ്രണ്ടിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മുടെ ബാത്റൂം മൊത്തം, ബാത്റൂമിൻ്റെ മുക്കും മൂലയൊക്കെ വൃത്തിയാക്കാൻ വളരെ ഈസി ആയിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ചീർപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്ലോസറ്റിലുള്ള ഈ ഒരു ഭാഗം നമുക്ക് വൃത്തിയാക്കാൻ നമ്മുടെ കയ്യിലുള്ള സ്ക്രബ്ബറോ കാര്യങ്ങളോ എന്തുപയോഗിച്ചാലും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ചീർപ്പ് ഉപയോഗിച്ച് ഇതുപോലെ അതിനകത്തോട്ടേക്ക് ഒരു ഷോക്സൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ക്ലീനർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സോപ്പോ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റോ എന്ത് വേണമെങ്കിലും ഈ ഒരു ചീർപ്പിനകത്തോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ക്ലോസറ്റിൻ്റെ ഈ ഒരു ഗ്യാപ്പൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാവുന്നതാണ്. നമ്മുടെ കയ്യിൽ ചീർപ്പുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ ക്ലോസറ്റ് നമുക്ക് നല്ലൊരു വെണ്മ കിട്ടും കേട്ടോ. ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഗ്ലൗസ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല, അതുപോലെ തന്നെ കയ്യിൽ കവറൊന്നും കെട്ടിയിട്ടില്ല. കാരണം എനിക്കിവിടെ വലിയ അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ ഡീപ്പ് ക്ലീനിങ് ആണ് ചെയ്യുന്നതെങ്കിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ട് ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ വാൾ ടൈലിലുള്ള ഈ ഒരു ഗ്യാപ്പിലുള്ള കറകളും അഴുക്കുകളൊക്കെ നീക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ചീർപ്പ് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ വാൾ ടൈലിൽ സെയിം അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഗ്യാപ്പിലേക്കായിട്ട് നമ്മൾ ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ ഒരു അഴുക്ക് പെട്ടെന്ന് തന്നെ വരും കേട്ടോ. ആ ഒരു ടൈൽസിൻ്റെ ഗ്യാപ്പിലുള്ള വാൾ ടൈൽസിൻ്റെ ഗ്യാപ്പിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ വരും. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. നമ്മളൊരു 2 മാസമൊക്കെ കൂടുമ്പോൾ നമ്മൾ ഇതുപോലൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ. നമ്മുടെ ടോയ്ലറ്റും അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ലൊരു വെണ്മയുണ്ടാകും. അപ്പോൾ എന്തെങ്കിലും ചെറിയ കറകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്യുവാണെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്കത് വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ, ടൈൽസിൻ്റെ ഗ്യാപ്പിലുള്ള കറകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു ചീർപ്പ് ഉപയോഗിച്ച് നമുക്ക് കഴുകി വൃത്തിയാക്കാവുന്നതാണ്. ഒരുപാട് പേർക്ക് പ്രയോജനകരമാവുന്ന ഒരു നല്ലൊരു ടിപ്പ് തന്നെയാണിത്. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ബ്രഷും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതുപോലെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടൈൽസിൻ്റെ ഗ്യാപ്പുകളൊന്നും നമുക്ക് വൃത്തിയാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത പഴയ ചീർപ്പൊക്കെ എടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് ആ ഒരു ടൈൽസിൻ്റെ ഗ്യാപ്പൊക്കെ വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഫ്ലോർ ടൈലിൽ ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ ടോയ്ലറ്റിലുള്ള ആ ഒരു ഫ്ലോർ ടൈലിൽ ആ ഒരു ഗ്യാപ്പിൽ എപ്പോഴും ഈ പുഴുക്കളൊക്കെ കയറി കൂടാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമ്മൾ എന്ത് തന്നെ ഉപയോഗിച്ചാൽ, നമ്മളൊരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നമുക്കതൊന്നും വൃത്തിയായി കിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ വൃത്തിയാക്കാൻ പറ്റിയ ഒരു ഏറ്റവും നല്ലൊരു വഴിയാണ് നമ്മുടെ കയ്യിലുള്ള ഈ പഴയ ചീർപ്പ് ഇതുപോലെ നമ്മൾ ഉപയോഗിച്ച് നമ്മളെപ്പോഴും ഇതുപോലെ ഒന്ന് ചെയ്യേണ്ട ആവശ്യം 2 മാസത്തിലൊരിക്കലെങ്കിലും നമ്മൾ ഇതുപോലെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാത്റൂം നല്ല വൃത്തിക്ക് തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുത്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ നിങ്ങളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നല്ല കുറേ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്. താങ്ക്സ് ഫോർ വാച്ചിങ്.